വണ്ടി രണ്ടാമത് ഓടി കാണുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് വന്ന് ചോദിച്ചിട്ട് എവിടെ ചെയ്യുന്ന പറയുമ്പോൾ പിന്നെ ആൾ അമിത് ചെയ്താന്ന് പറയും. അവര് റെഫറൻസിന് വണ്ടി. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് മൊത്തം എത്ര വാഹനം? എന്റെ ഗ്യാരേജ് അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഗ്യാരേജ്, സുഹൃത്തിന്റെ ഗ്യാരേജ്. 6 വാഹനങ്ങൾ. ഒന്ന് അമിത്തിന്റേതും ബാക്കി 5 ഒന്ന് എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ വീട്ടിൽ നിന്നും ബാക്കി 6 എണ്ണം അവരുടെ എന്താ പറയാ പല ആൾക്കാരുടെ വാഹനങ്ങളായിരുന്നു. വോക്കിന് വന്ന വാഹനങ്ങളാണ്. അമിത്തിന് വാഹനങ്ങളോട് അമിതമായ ക്രൈസ് ഉണ്ട്. ഞാൻ ഈ വണ്ടികളൊക്കെ ഇരുന്ന് പണിത് എന്താ പറയാ അവിടുത്തെ ടെക്നീഷ്യന്മാരുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരത് ചെയ്യും. അത് പലതും എന്താ പറയുക ഇനി എന്ത് ചെയ്യുന്ന എന്താ പറയുക പൈസ കൊടുത്ത് പല ആൾക്കാരും വാങ്ങിച്ചിട്ട് ഉപേക്ഷിച്ച മറ്റുള്ള വണ്ടികളെയും ജീവിതം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ഒരു ക്രൈസാണ്. ഇപ്പം നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരാൾ പറയില്ലടാ സൂപ്പറായിട്ടെന്ന് പറയുന്ന പോലെ നമ്മളൊരു വണ്ടി ചെയ്ത് സൂപ്പറായി എന്ന് പറഞ്ഞേക്കുന്നതും ഒരു ഹരമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്തുകൊണ്ടായിരിക്കാം കസ്റ്റംസ് ഇങ്ങനെ അവരുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം അവർ നോക്കുമ്പോൾ ഒരു ഗരാജിൽ 6 വണ്ടി എടുക്കണം. 6 വണ്ടി എടുക്കുന്നതിൻ്റെ കെയർ ഓഫ് ഞാൻ. അപ്പോൾ അവർ ചിന്തിച്ചത് ഈ 6 വണ്ടിയും ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കണാവാം. അല്ല എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു. അതിന് ഞാൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ അവരുടെ നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സമൻസാണ്. ആ സമൻസിൽ എന്തൊക്കെയാണ്? 6 വാഹനങ്ങൾ എൻ്റെ കെയർ ഓഫിൽ ഇന്ന സ്ഥലത്തുനിന്ന് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 6 വാഹനങ്ങൾ ആരുടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്ന ഓണേഴ്സ്. എന്തിനാണ് നിങ്ങളുടെ അടുത്ത് വന്നത്? നിങ്ങൾ വർക്കിന് വേണ്ടി വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം 10 ദിവസം കൊണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഓണേഴ്സിനെ വിളിച്ച് പറഞ്ഞു. അതാത് ഓണേഴ്സ് ഈ പറയുന്ന വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുക. അതാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതിൽ ഒരു 2 വാഹനത്തിൻ്റെ ഒരു 6 മാസം 6 അല്ല നവംബർ 2024 നവംബറിൽ ഇതേപോലെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. സെയിം റൈഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുത്താണ്. റെയ്ഡൊന്നും ഉണ്ടായില്ല. വണ്ടികൾ ചെക്ക് ചെയ്തു, സമൻസ് തന്നു, നമ്മൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്താണ്. അപ്പോൾ അത് കഴിഞ്ഞു. സെയിം ഇതിൽ ഒരു 2-3 വാഹനങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു 4 വാഹനങ്ങളുണ്ട്. അതിൻ്റെയാണ് പിന്നെ പുതിയ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത്. അന്ന് ഇപ്പം നിലവിൽ അമിത്തിൻ്റെതായിട്ട് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന വാഹനം അന്ന് ചെക്ക് ചെയ്തത്. അന്ന് എൻ്റെ ആയിട്ട് അവിടെ വർക്ക്ഷോപ്പിലുള്ള എല്ലാ വാഹനങ്ങളുടെയും ചെക്ക് ചെയ്താണ്. അപ്പോൾ ഇതിപ്പോൾ പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ ഒരു മാസമായിട്ട് ഇത് നടക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ചെക്ക് എവറിത്തിങ്. ഇന്നലെ തന്നെ 30ഓളം സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ്.